നിൽക്കുന്ന മരം അശോകമാണ്. ഈ അശോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അശോകമരമാണ് ഇത്. ഒരു കഥയുണ്ട്, ഇത് രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി അവിടെ രാവണൻ്റെ കോട്ടയുടെ അടുത്ത് സീതയെ പാർപ്പിച്ചത് അശോകമെന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് സീതയെ ബന്ധിച്ചിട്ടെന്നും ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അശോകമരം. ഇത് ഔഷധമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനത് കഴിച്ചിട്ടില്ല. ഔഷധമാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പൂവില്ലേ, ഈ പൂവെടുത്തിട്ട് ഇതാണ് പൂവ്. ഈ പൂവെടുത്തിട്ട് അതിൻ്റെ ആ നാരെടുത്ത് കളഞ്ഞ് ഇത് കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, അറിയത്തില്ല. അശോകമരമാണ്. അശോകമരത്തെ കാണുക. അശോകമരത്തിൻ്റെ ചെടി നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് അശോകമരത്തിനെ നന്നായിട്ട് സംരക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ ശോകമില്ലാതിരിക്കും. അശോകമരത്തെ കാണുക. അശോകമരത്തിൻ്റെ പൂക്കൾ കൊണ്ട് നമ്മൾ മാലയൊക്കെ കെട്ടാൻ നല്ലതാണ്. ഔഷധമാണ് എന്ന് പറയുന്നുണ്ട്. ഔഷധം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നല്ല ഒരു ഔഷധ സസ്യമാണെന്നും പറയുന്നുണ്ട്.